ഹായ് ഹലോ എല്ലാവർക്കും നച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഒരു കസ്റ്റമറുടെ ബ്ലൗസാണ്. അപ്പോൾ ഈ ബ്ലൗസ് ഇട്ടുന്ന സമയത്ത് കുഴപ്പമില്ല. ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്ലീവിലൊരു ചുളിവ് വരുന്നു എന്നുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. അപ്പോൾ അവർ കംഫർട്ടായിട്ടുള്ള ഒരു ബ്ലൗസ് കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ വീതി കൂടുതലാണ്. അതുകൊണ്ടിട്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. തമ്പനയിലിൽ കണ്ടു കാണും, സ്ലീവിലൊരു ചുളിവ് ഇങ്ങനെ പ്ലീറ്റ് പോലെ വരുന്നതാണ് പ്രശ്നം. അപ്പോൾ അവർക്ക് കംഫർട്ടായിട്ട് ഒരു ബ്ലൗസിൽ അളവ് തന്നതിൽ 2.25 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ ഈ ബ്ലൗസിൽ അതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. ഇതിലൊരു 3.25 വരുന്നുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ബാലൻസ് ഉള്ളത് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്യാം. പക്ഷേ നമുക്കിത് ഫുള്ളായിട്ട് അഴിച്ചു മാറ്റി ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്രയാണോ കട്ട് ചെയ്ത് കളയേണ്ടത് അത്ര മാത്രം ഞാൻ അഴിക്കുന്നുള്ളൂ. അതായത് ചെസ്റ്റിൻ്റെ ആ ഭാഗത്തൊക്കെ കൂട്ടി തയ്ക്കുന്ന അവിടേക്ക് 3 സ്റ്റിച്ച് വരും. പിന്നെ ആം ഹോളിൻ്റെ ആ ഭാഗത്ത് സ്റ്റിച്ച് ഉണ്ടാകും. അപ്പോൾ അതെല്ലാം കൂടി അഴിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് ഒരു 5 ഇഞ്ച് ഞാൻ താഴേക്ക് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ അളവ് തന്ന ബ്ലൗസിലും ഒരു 5 ഇഞ്ച് താഴേക്ക് എത്രയാണ് അതിൻ്റെ അവിടുത്തെ വീതി എന്ന് നമുക്ക് നോക്കാം, വണ്ണം എന്ന് നോക്കാം. കാരണം ഇത് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്കും ഇതിലും നമുക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വണ്ണം നമുക്ക് നോക്കാം. ഇതുപോലെ നോക്കുകയാണ്. അപ്പോൾ ഇതിലൊരു 6.25 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 6.25 തന്നെ നമുക്ക് ഈ കറക്റ്റ് ചെയ്യേണ്ട ബ്ലൗസിലും ആ 5 ഇഞ്ച് താഴെ അതേ വണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ 6.25 ഇഞ്ച് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് മുകളിലോട്ട് മാത്രം നമുക്ക് കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുവരെ മാത്രം നമുക്ക് അഴിച്ചാൽ മതി. അതിന് താഴേക്ക് കറക്റ്റാണ്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ അല്ലാതെ നമുക്കൊരു ബോക്സ് പോലെയൊക്കെ വരച്ചിട്ട് ഷേപ്പ് വരയ്ക്കാം. പക്ഷേ നമുക്ക് ഇതാണ് കുറച്ചുകൂടെ ഈസി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഇത്രയും ഭാഗം നമുക്ക് അഴിച്ചെടുത്താൽ മതി. സ്ലീവ് ഫുള്ളായിട്ട് അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ചെസ്റ്റൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം. പിന്നെ സ്ലീവിൻ്റെ വണ്ണം കറക്റ്റ് ചെയ്യണം. അതിനേക്കാളൊക്കെ നല്ല എളുപ്പത്തിലുള്ള പണിയാണ് ഇത്. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്കും ഇതുപോലെ മാർക്ക് ചെയ്യണം. അതായത് അതിൻ്റെ ചീത്ത വശത്തും ഈ 5 ഇഞ്ച് താഴെ 5 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡും മാർക്ക് ചെയ്യണം. ടോട്ടൽ 4 വശത്ത് നമുക്ക് 4 നമുക്ക് നല്ല വശത്തും ചീത്ത ഭാഗത്തും ഇതേപോലെ മാർക്ക് ചെയ്യണം. ഇതുപോലെ എന്നാൽ മാത്രമേ നമുക്ക് അഴിച്ചെടുക്കുമ്പോൾ ഏതുവരെയാണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കത് അഴിച്ചെടുക്കാം. നമ്മൾ ഏതുവരെയാണോ രണ്ട് വശത്ത് ഇതുപോലെ 5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്യണം. 5 ഇഞ്ച് താഴെ വരെ കറക്റ്റാണ്. അതുകൊണ്ടാണ് ആ ഒരു 5 ഇഞ്ചെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് നമുക്ക് അതുവരെ അഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെയാണോ ആ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതുവരെ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. 2 വശത്തും ഇതുപോലെ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. 2 സ്ലീവിലും കണ്ടില്ലേ, ഇതുപോലെ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ രണ്ട് വശവും ചേർത്തിട്ട്, അതായത് ടോട്ടൽ 4 പീസ് വരുമല്ലോ, അത് ചേർത്ത് നമുക്ക് 2 ഭാഗവും ചേർത്തിട്ട് കട്ട് ചെയ്താലും മതി. പക്ഷെ ഞാനിത് ഓരോ വശത്തായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ സ്ലീവൊക്കെ ഇങ്ങനെ നമ്മൾ പാതി അഴിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് പിൻ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ എന്നാലും നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുമോ എന്നൊരു പ്രശ്നം കൊണ്ട് ഞാൻ ഒരു വശം ആദ്യം കട്ട് ചെയ്യുന്നു. പിന്നെ അതേ പീസ് വെച്ച് തന്നെ അപ്പുറത്തെ വശവും കട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. കാരണം നമ്മളിത് ഇങ്ങനെ പാതി അഴിച്ച് വെച്ചേക്കുന്നത് കൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടും കത്രിക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നം വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ സ്ലോലി മാത്രമേ കട്ട് ചെയ്തെടുക്കാവുള്ളൂ. ഇതുപോലെ ഇനി അതേ നമ്മൾ കട്ട് ചെയ്ത പീസ് തന്നെ വെച്ചിട്ട് അപ്പുറത്തെ വശത്തും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഇതിലൊരു പ്രശ്നം എന്നുള്ളത്, നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ സ്ലീവ് അവിടെ കറക്റ്റ് ആവുമോ എന്നുള്ളത് മാത്രമേ ഒരു റിസ്ക് ആയിട്ടുള്ളൂ. അത് നമുക്കെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കിതുപോലെ സ്ലീവ് ഒന്ന് വെച്ച് നോക്കിയാൽ മതി.
അപ്പോൾ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം കറക്റ്റാണ്. പക്ഷേ ഒരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ആ ഒരു വ്യത്യാസം അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചുളിവ് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ചോളം നമുക്ക് ഈ ഷോൾഡറിൻ്റെ ആ ഭാഗത്തൊരു സ്ലോപ്പ് പോലെ നമുക്ക് അടിച്ചു കൊടുക്കേണ്ടി വരും. ഞാൻ ഇനി അടുത്തതുകൂടി കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. അടുത്ത പാർട്ടിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസില്ലേ, അത് തന്നെ വെച്ചിട്ട് നമുക്കിതിലും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം നല്ല കറക്റ്റായിട്ട് വയ്ക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യാസം വരും. നമ്മൾ ഈ നെക്കിൻ്റെ ആ ഭാഗവും കറക്റ്റായിട്ട് വെക്കണം. ഈ ബ്ലൗസിൽ നെക്കിലൊരു പൈപ്പിംഗ് പോലെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ പീസ് തന്നെ വെച്ച് നമുക്ക് അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം. മറ്റേ നമുക്ക് 2 പാർട്ടോട് ചേർത്തിടുമ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ എളുപ്പമാണ്. രണ്ട് ഭാഗത്തും ഒരേപോലെ തന്നെ കിട്ടുകയും ചെയ്യും. ഒരുപോലെ വെച്ചതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സിൽ ചുരിദാറിലായാലും പിന്നെ നൈറ്റിയിലൊക്കെ ആയാലും ഇതേ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിതിൽ സ്ലീവിൻ്റെ ഇവിടുത്തെ വണ്ണം ഉണ്ടല്ലോ, അത് നമുക്ക് നോക്കാം. എനിക്കിപ്പോൾ ഇതിൽ 8.25 ഇഞ്ച് വരുന്നുണ്ട്. ആ 8.25 ഇഞ്ച് നമുക്ക് ആ കറക്റ്റ് ചെയ്യേണ്ട ബ്ലൗസിലും വരണം ആ ഭാഗത്ത്. എനിക്കിപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് അല്പം ഇങ്ങോട്ട് താഴ്ത്തി മാർക്ക് അളന്ന് നോക്കാം. കാരണം അത് നമുക്ക് ജോയിൻ്റ് ചെയ്യുമ്പോൾ പോകുമല്ലോ ഉള്ളിലേക്ക്. ഇപ്പോൾ ഇതിലെനിക്ക് 9 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നമുക്ക് അല്പം അടിച്ചു കൊടുക്കണം. കണ്ടില്ലേ? അപ്പോഴും സ്ലീവ് കറക്റ്റ് ആവും. നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് വെച്ച് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ഈ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് ഇപ്പം നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ 1/2 ഇഞ്ചിലും കൂടുതൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോൾഡറിൽ സ്ലോപ്പ് കൊടുക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ സ്ലീവ് ഫുള്ളായിട്ട് അഴിച്ച് മാറ്റിയിട്ട് ശരിയാക്കണം. ഇതുപോലെ ഞാൻ കറക്റ്റായിട്ടൊന്ന് പിടിച്ച് നോക്കുന്നതാണ്. എനിക്കിപ്പോൾ ഒരു 1/2 ഇഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ആ 1/2 ഇഞ്ച് നമുക്ക് സ്ലോപ്പായിട്ട് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ ഷോൾഡറിൽ നമ്മൾ സ്ലോപ്പ് തയ്ക്കില്ലേ, അതുപോലെ തയ്ച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ സ്ലോപ്പായിട്ടൊന്ന് തയ്ച്ചു 1/2 ഇഞ്ച്. ഇതുപോലെ ഫ്രണ്ട് നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് തയ്ച്ചത്. ഇനി നമുക്ക് സ്ലീവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. നമുക്കിതുപോലെ സ്ലീവ് അതുപോലെ കറക്റ്റായിട്ട് പിടിച്ച് നമ്മളെങ്ങനെയാണ് തയ്ക്കുന്നത് അതുപോലെ പിടിച്ച് നോക്കിയാൽ മതി. അപ്പോഴത്തേക്കും എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. കണ്ടില്ലേ? സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് ആ സെൻറ്ററും ആ ഷോൾഡറിൻ്റെ ജോയിൻറ്റും തമ്മിൽ വെച്ചപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടി. കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ തയ്ക്കുന്നത് അതുപോലെ നമ്മൾ കറക്റ്റ് ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒന്ന് എങ്ങനെയും ഒന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കറക്റ്റാണോ അല്ലയോ നമുക്ക് അറിയത്തില്ല. കറക്റ്റായിട്ട് നമ്മൾ തയ്ക്കുന്ന പോലെ തന്നെ പിടിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ആ സ്ലീവ് നമ്മൾ സെൻറ്റർ ജോയിൻറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാനും പറ്റും. സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, നമ്മൾ ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി. അപ്പോഴേ നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷോൾഡറിൽ നമ്മൾ പിടിച്ച് നോക്കുന്ന സമയത്ത് 1/2 ഇഞ്ചിനേക്കാളും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സ്ലോപ്പ് ഇങ്ങനെ കൊടുത്ത് ചെയ്യരുത്. കാരണം 2 ഇഞ്ചിൽ 1/2 ഇഞ്ചിലും കൂടുതൽ സ്ലോപ്പ് കൊടുത്താൽ അത് വൃത്തികേടാവും. അപ്പോൾ ഞാൻ ആദ്യം സ്ലോപ്പ് കൊടുത്തു. അപ്പോഴത്തേക്ക് എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ആ സ്ലീവ് നെക്കിൻ്റെ ആ ഭാഗത്തൊരു ഇങ്ങനെ ഒരു കൂർത്ത ഒരു ഷേപ്പിൽ വന്നു. അതുകൊണ്ട് ഞാൻ നെക്കിൻ്റെ ആ ഭാഗത്തുകൂടി
ഒരു 1/4 ഇഞ്ച് കയറ്റി അടിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ അളവ് ബ്ലൗസും ഇതുമായിട്ട് നോക്കിയപ്പോൾ നെക്ക് കുഴപ്പമില്ല, നെക്ക് കറക്റ്റാണ്. ഇത് അല്പം നെക്ക് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഷോൾഡറിൽ ആ 1/4 ഇഞ്ച് നെക്കിൻ്റെ ആ ഭാഗം, ആ പൈപ്പിങ്ങില്ലേ ആ ഭാഗം തയ്ച്ചപ്പോൾ എനിക്ക് കറക്റ്റായി. നെക്ക് ചെറുതായി പോകുമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതും പറ്റത്തില്ല. ഫുള്ളായിട്ട് അഴിച്ചു മാറ്റി ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്തു. നെക്കിൻ്റെ ആ ഭാഗവും 1/4 ഇഞ്ച് തയ്ച്ചു. ആ ഷോൾഡറിൻ്റെ ആ എൻഡിൻ്റെ ആ ഭാഗവും 1/2 ഇഞ്ച് സ്ലോപ്പ് ഇട്ട് തയ്ച്ചു. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചൊന്ന് ഹെമ്മിങ് ചെയ്താൽ മതി. ഒരു സൈഡ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് പ്രസ്സായിട്ടിരിക്കും. ഒരു സൈഡ് നമുക്ക് ആ നെക്കിൻ്റെ ആ ഭാഗം ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക. നമ്മൾ നിരന്തരം തയ്ച്ച് വരുമ്പോൾ നമുക്ക് എന്താണ് പ്രശ്നം, അത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ പറയുന്നതിനേക്കാളും നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കത് മനസ്സിലാവും. ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു പ്രശ്നം വന്ന ബ്ലൗസ് എനിക്ക് തയ്ക്കാൻ കിട്ടിയപ്പോൾ അത് നിങ്ങൾക്ക് അറിയാത്തവർക്ക് പറഞ്ഞു തരാം എന്നോർത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചു നോക്കുകയാണ്. അപ്പോൾ ആ സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ ആ സെൻറ്ററും ചേർന്ന് കിട്ടണം. അതല്ല അതിലധികം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചുളിവ് വരും. അപ്പോൾ ഇത് ഇത്തരത്തിൽ പ്രശ്നമുള്ളവർക്ക് അത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. നൈറ്റിയിലൊക്കെ ഇതേ മെത്തേഡ് ചെയ്യാവുന്നതാണ്. നൈറ്റിയിൽ പിന്നെ നമുക്ക് ഒരു ഹാം ഹോളൊക്കെ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അഴിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ പിന്നെ നമ്മൾ സാധാരണ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ നമുക്ക് 2 വശത്തേക്കും തയ്ച്ചു കൊടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇതിന് മുന്നേയും ഈ കസ്റ്റമർക്ക് ഇതുപോലെ ഒരു ബ്ലൗസ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അവർക്കത് ഓക്കെ ആയി. അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത പ്രശ്നമുള്ളതുകൂടി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ, മറന്നു പോവല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. ഇതുപോലുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം പെടുന്ന വീഡിയോസ് ആയിരിക്കും ഞാൻ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ബെല്ലൈക്കനോട് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്ത് വയ്ക്കുക. അപ്പോഴും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ പിന്നെ സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ സ്ലീവ് വയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ബ്ലൗസിലൊക്കെ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ അഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് തോന്നും. കാരണം നമ്മൾ ഈ സൈഡിലായിട്ടും 2-3 സ്റ്റിച്ചെങ്കിലും എന്തായാലും ഉണ്ടാവും. പിന്നെ ആം ഹോളിൽ ചുറ്റി രണ്ട് സ്റ്റിച്ച് ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ ഓവർലോക്കും ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ഇത് നമ്മൾ ഈ ഒരുപാട് ഈ ആം ഹോൾ ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അഴിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നീറ്റാവില്ല, പെർഫെക്റ്റ് ആവില്ല. പിന്നെ ഡബിൾ സ്റ്റിച്ച് കൂടെ കൊടുക്കുക. അപ്പോഴത്തേക്ക് പിന്നെ വേഗം അഴിഞ്ഞു പോകത്തില്ലല്ലോ. നമ്മൾ അഴിച്ച് വെച്ചത് കൊണ്ട് അതിൻ്റെ താഴ്ഭാഗത്തോട്ട് കൂടിയൊക്കെ ഒരു കെട്ടുകൂടി കൊടുക്കുക. നമ്മൾ അഴിച്ചതിൻ്റെ ബാലൻസിലോട്ട് കെട്ടുകൂടി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ബാക്കി അഴിഞ്ഞു പോകുമല്ലോ. കാരണം ബ്ലൗസ് പിന്നെ ടൈറ്റായിട്ട് ഇടുന്ന ഡ്രസ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഞാനിവിടെ തയ്ച്ചെടുത്തപ്പോൾ ഇവിടെ ചെറിയൊരു ചുളിവ് പോലെ വന്നു. അത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ടാണ്. അതുകൂടി ഞാൻ അഴിച്ച് പിന്നെ ശരിയാക്കി. ഇതുപോലെയൊക്കെ പ്രശ്നം വരുവാണെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുകൂടിയൊക്കെ കാണിച്ചത്, സ്കിപ്പ് ചെയ്യാണ്ട് കാണിച്ചത്. അപ്പോൾ ആ തയ്യൽ തുമ്പ് അതിൽ ഒരുപാട് ഇങ്ങനെ വലിഞ്ഞ് വന്നതുകൊണ്ടാണ് ആ നല്ല വശത്ത് ഈ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ആ തയ്യൽ തുമ്പ് നമുക്ക് നമ്മൾ തയ്ക്കുന്ന സമയത്ത് എവിടെ ആയാലും തയ്യൽ തുമ്പ് നമ്മൾ ശ്രദ്ധിച്ച് വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ പ്രശ്നം നമ്മൾ എളുപ്പത്തിൽ സോൾവ് ചെയ്തു. കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അഴിക്കാതെ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്തു. ഇതിന് നമുക്ക് വെച്ച് ഒന്ന് ഹെമ്മിങ് വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നൂലോടിച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് ആയിക്കോളും. അവിടെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എനിക്കിതുപോലുള്ള ഓരോ പ്രശ്നങ്ങൾ
ഇതുപോലെ കറക്റ്റ് ചെയ്യാനായിട്ട് കിട്ടുമ്പോൾ അത് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്കതൊരു അറിയാത്തവർക്ക് പഠിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇട്ടതാണ്. കണ്ടില്ലേ, നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.